ടോമിയൊക്കെ വരാറുണ്ടോ? അവര് ജനുവരിയിലേ പോയി, ജനുവരിയിലാണ് പോയി. അവരുണ്ടായിരുന്നു. നടക്കും. ഇപ്പം പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ഇവിടെയാ. ഇപ്പം പരിപാടിയൊന്നും ഇല്ല. പ്രായമായില്ലേ? ജോലി എന്നും ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല. പണി ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. പ്രായമായില്ലേ? 65 വയസ്സ് വരെയും ജോലി ചെയ്തു. ഇനി വെറുതെ ഇരുന്നിച്ചെന്നാ ജീവിക്കട്ടെ. പിന്നെ എത്ര പേര് വായിന്നൊക്കെ കേട്ടാലോ. പിന്നെ കുത്തുവാക്കും ഇതൊക്കെ കേക്കണം അല്ലേ? കൊള്ളാം കൊള്ളാം. ജോമോൻ എപ്പോഴാ സാറിന് പോകുന്നത്? ഞാനങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. 11 മണിയാവും. ഞാൻ കാണാറുണ്ട് അമ്മച്ചിയുടെ കലാപരിപാടികളൊക്കെ. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അമ്മച്ചിയുടെ കലാപരിപാടികളൊക്കെ ഞാൻ കാണാറുണ്ടെന്ന് ഫേസ്ബുക്കില്. ഞാൻ കാണുന്നുണ്ടെന്നേ. അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇത് ഇവിടെയൊക്കെ വെച്ച് ഇന്നാളൊരു ഞാൻ 5ാം ക്ലാസ്സില് പഠിക്കില്ലേ. നല്ല ചൂടാട്ടോ. അല്ലാതെ ഇത്രയും മഴ പെയ്തതിൽ എന്തൊരു ഇന്നലത്തെ ഇടി. അയ്യോ ഞാൻ എനിക്കൊന്നും ഒരു അരയടി പൊങ്ങിപ്പോയി. ഞാനോട്ട് എയർ കണ്ടീഷൻ അല്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അന്നേരം എന്തിട്ട് വെച്ചാൽ നമ്മുടെ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഇട്ടേക്കുന്നതെന്ന്. ഇപ്പൊ കാപ്പി കുടിച്ചിട്ട് കൂടി കഴിഞ്ഞ് കിടക്കണം. കിടപ്പുള്ള ഏറ്റവും നടന്നോ പോകും. സൂക്ഷിക്കണം. പിന്നല്ലേ പ്രാർത്ഥന പരിപാടിയൊക്കെ ആയിട്ടിരുന്നിട്ട് ഇന്നലെ ലേറ്റായ കിടക്കുകയും ചെയ്തേ. ചില ദിവസം ഉറങ്ങിയില്ല, താമസ. എല്ലാം ഇന്നലെ ചുരുട്ടിക്കൂട്ടിലൊക്കെ ആയിരുന്നു. പതിവില്ല, മൊത്തം ചുരുട്ടിക്കൂട്ടി. ഞാൻ കേട്ടു എന്റെ വീട്ടിൽ പോവുക. ഇന്നലെ മൊത്തം വീട്ടിൽ പോകാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് പാണ്ടക്കെട്ട് കെട്ടിയിട്ട് പോണെന്ന് പറഞ്ഞോണ്ടാ നിക്കുന്നത്. നമ്മളെല്ലാം കടന്നു പോകേണ്ടി ശരിക്കും ഓർമ്മയില്ലാതെ വരുമ്പോഴാണ്. പിന്നെ നിൽക്കുന്നവർക്ക് എനിക്കറിയാം ബുദ്ധിമുട്ട്. പുറകെ പുറകെ നടക്കണ്ട. ഓരോ കാര്യത്തിനും കൂടെ നോക്കിയിരിക്കണം. ജോമോൻ എപ്പോഴാ പോകുന്നത്? സാറിന് എപ്പോഴാ പോകുന്നത്? ഞാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ പണി തീരുന്നതനുസരിച്ച്. നമ്മളല്ലേ ബോസ്? അതെ. ഇല്ല, ഒരുപാട് വർക്കില്ലേ? വർക്ക് ഇപ്പൊ കുറവാ. മൊത്തം കുറവാ. ഇപ്പൊ മഴയും കൂടെ ആകുമ്പോ മറ്റേ കുറയും. എന്നാ പൊക്കോട്ടെ. ഞാനൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. എനിക്ക് ഇനി പോരാ. ഇനി 3-4 വീട്ടിൽ. ആണോ? എന്നാ വേണം നാളെ? ഞാൻ ബുധനാഴ്ച. എന്നെ പപ്പാന്നൊക്കെയാ വിളിക്കുന്നത്. ജോലി ഇല്ല, വീട്ടിലാ. ഞാൻ പടിഞ്ഞാറക്കല കുര്യാച്ചന്റെ മകനല്ലേ? മകൻ ഓർക്കുന്നില്ലേ? കുര്യാച്ചന്റെ മകനാ. എപ്പോഴും കണ്ടോണ്ടിരുന്ന മനുഷ്യൻ. ജോലിന്ന് പറഞ്ഞു വിട്ട്. പ്രായമായവരൊന്നും ജോലിക്കാർക്ക് വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. ബോസിന് വേണ്ട. അവര് പറഞ്ഞു പൊക്കോ. കാശിന് ആവശ്യമില്ലല്ലോ. കാശിന് ആവശ്യം പൈസ ചെല്ലുമ്പോഴല്ലേ മരുന്നും മന്ത്രവും ഒക്കെ വേണ്ടേ? എന്നാ പിന്നെ ആട്ടെ കേട്ടോ. പിന്നെ ഇല്ല, പണിയില്ല. പണിയുണ്ടോ? എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വിടുവോ? മുതലാളി വിടുവോ? നിന്ന് പണിയുണ്ടാന്ന് പറയാല്ലേ? ഇല്ല. കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഇല്ലെന്നേ, അതല്ലേ പട്ടിണിയും പരിവട്ടോ. പക്ഷേ എന്താ പറ്റി? ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തണമെങ്കിലും പൈസ വേണമെന്നേ. പിന്നെ എല്ലാത്തിനും പൈസ വേണ്ട. ഇന്ന് അല്ലാതെ പറ്റുമോ? ആ പൈസ കൂടാതെ ഒരു കാര്യം നടക്കുകയല്ല. പേപ്പർ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. അമ്മച്ചി കേട്ടിട്ടില്ലേ? വാ കീറിയ ദൈവം ഇരയും തരും. ഇപ്പൊ അതിൽ വിശ്വസിച്ചങ്ങ് നടക്കുക. എന്നാ പിന്നെ ആട്ടെ കേട്ടോ. നല്ല ചൂട്. മഴ പെയ്യുന്നതാണ്. മഴ പെയ്ത് എന്നിട്ടാണ് ദൈവമേ തിരുമാൻ പോയി. ആദ്യം തിരുമാൻ പോയപ്പോഴത്തേക്ക് അന്ന് AC റൂം കിട്ടിയില്ല. ജെസ്സി പറഞ്ഞു തിരുമണ്ട, ഞാൻ എന്നെ തിരുമണ്ട, ജെസ്സി റൂം തന്നിട്ട് തിരുമാന്ന് പറഞ്ഞു. അച്ഛനിപ്പോ എവിടെയാ? വന്നിട്ടുണ്ട് കേട്ടോ, നാട്ടിൽ കൂടിയുണ്ട്. നമ്മുടെ പള്ളിയിൽ ഇന്ന് ഞാൻ പള്ളിയിൽ പോയി. ഇപ്പൊ അവധിയാ, ഈ സമയത്ത് അവധി അവർക്ക്.
എന്നാ പിന്നെ അത് ഓക്കെ ശരി മോനെ. ഓക്കെ ഓക്കെ പോയി ആ ഒത്തിരി വർത്താനമൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ഒത്തിരി വർത്താനമൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് ജോർജ് ചേട്ടനോട്. ജോർജ് ചേട്ടനല്ലേ നമ്മുടെ മുകളിലെ പടിഞ്ഞ തലച്ചെറുക്കുഴക്കാരുടെ സ്ഥലം മേടിച്ചിരുന്നേ. ഈ വീട്ടില ആ മുകളിലെ നമ്മുടെ തലച്ചെറുക്കുഴിക്കാരുടെ സ്ഥലം ജോർജ് ചേട്ടൻ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞല്ലേ വിറ്റത്, പലർക്കായിട്ട് വിറ്റത്. പുതിയ ആരും ഇല്ല താമസം. ആ അവിടെ താമസം അവിടെ വീടൊക്കെ വെച്ചു. പലരും ഒത്തിരി പേര് വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചു, പുതിയ ആൾക്കാർ. അവരൊക്കെ അവിടെ പോയി. ആര്? ആ വീട്ടിലുണ്ടായിരുന്നത്. ആ വീടില്ലായിരുന്നല്ലോ. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് ബിജു അല്ലേ മേടിച്ചേ, പാറത്തൊട്ടി ബിജു അല്ലേ മേടിച്ചേ. അവിടെ പോയി. അവരൊക്കെ അവിടെ ഉണ്ടെന്നേ. അവിടെ ഉണ്ടോ? ആ അത് മതി. എന്നാ ഓക്കെ. എന്നാ പരിപാടി? എന്നാ എടുക്കുവാന്ന്? എന്നാ എടുക്കുവാന്ന്? എന്നാ എടുക്കുവാന്ന്? ആ എന്നാ എടുക്കണം? ഇപ്പൊ എടുക്കണം എന്നതാ അന്ത്യാണോ? സന്ധ്യയായില്ല. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ എടുക്കണം. നേറ്റ് നടക്കാൻ വരാഞ്ഞോ? ഇതിലെ ഏറ്റ് നടക്കാൻ വരാഞ്ഞേ? കടപ്പ് കിടക്കാതെ ഇച്ചിരി ഏറ്റ് നടക്കാൻ മേലായിരുന്നോ? എണീറ്റ് നടക്കാൻ മേലായിരുന്നോന്നാ ചോദിച്ചേ. എണീറ്റേ ഈ ഹാളിക്കൂടെ ഒക്കെ ഒന്ന് നടക്കാൻ മേലായിരുന്നു. നടക്കാൻ ഹാളിൽ കൂടെ ഇല്ലേ? ഹാളിൽ കൂടി നമ്മുടെ ഈ മുറിയില്ലേ അവിടെ, അതിലെ നടക്കാൻ മേലായിരുന്നോന്ന് ചോദിച്ചേ. വീട്ടിലോട്ടൊന്നും ഇല്ല, അതിൽ നടക്കണ കാര്യം. ഞാൻ ഹാളിൽ കൂടെ എത്തി നടക്കണല്ലോ. ജനലെല്ലാം അടച്ചു. അതിൽ നടന്നു. അതിൽ കുറെ നേരം നടന്നു. ജനലെല്ലാം അടച്ചിട്ടുണ്ട്. ഇത് ഊരിയുണ്ട്. ഇടിയൊക്കെ വരുന്നല്ലേ. അതെ ഇടിയല്ലേ, ഇടി. വൈകിട്ട് ഭയങ്കര ഇടിയാണ്. ആ അവിടെ വെച്ചേക്കണ. അതൊന്നും എടുക്കുന്നില്ല. ആ ആണോ? ഞാനത് ഇടി വരുന്നതുകൊണ്ട് ഊരിയിട്ടതാ. ഞാനാണ് ഇപ്പൊ പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിക്കൊണ്ടിട്ടാ പിന്നെ അത് ഒന്നിനും കൊള്ളുകയിലേക്ക് കിട്ടുകയില്ല. അത് അന്നേരം അതിന്റെ പരിപാടി ചെയ്യും. പിന്നെ മേടിച്ച ഏത് കാലത്താ കൊണ്ടുവന്നു? അപ്പൊ അന്നേരം മേടിക്കാൻ ആരാ ഉള്ളത്? ആരാ പൈസ കൊടുക്കണം? അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അന്നേരം അത്യാവശ്യം ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഉപകാരമില്ല. ഒരു കാര്യമില്ല, വെറുതെ ബുദ്ധിമുട്ടാ. ഞാൻ ഏസിന് വിളക്ക് ഊരിയിട്ടാണ്. ഇതിനാണ് ഈ പറഞ്ഞല്ല കേട്ടോ. ഈ ഇടി വരുമ്പോഴത്തേനെ നമ്മൾ വല്ല ഊരിയിടുമല്ലോ. ഊരിയിട്ടിട്ട് തന്നെ ഫാനൊക്കെ അടിച്ച് പോവാണ്. അപ്പൊ അതുപോലെ ഇടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. മൂളുന്നതിനാ? എന്തിനാ മൂളുന്നേ? മൂളുന്നതിനാണ്. അത് ശ്വാസം പോകണ്ട. ആണോ? പിന്നെ അത്ര ശക്തി വേണോ ശ്വാസം പോവാൻ? പതുക്കെ പോയില്ലേ ശ്വാസം? മൂടാതെ പോയില്ലേ? ശ്വാസം മുട്ടലുണ്ട്, അതുകൊണ്ടല്ലേ. പിന്നെ എവിടെ ശ്വാസം മുട്ടൽ? അങ്ങനെ വലിയ ശ്വാസം മുട്ടലൊന്നുമില്ല. അങ്ങനെ വലിയ ശ്വാസം മുട്ടലൊന്നും ഇല്ലെന്ന്. അങ്ങനെ വലിയ ശ്വാസം മുട്ടലൊന്നും ഇല്ലെന്ന്. ആ നമുക്ക് അറിയാലോ, കാണുമ്പോ അറിയാൻ പറ്റേ. ഞാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ആ എവിടെ? എന്നോട് പറഞ്ഞു. ആ പോരെ, കുഴപ്പമില്ലല്ലോ. 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 കുഴപ്പം? ആ എന്താ കുഴപ്പം? കുഴപ്പമൊക്കെ വരും പോവും, വരുവേ പോവുകയില്ല. ആ ഒന്നും പോയിരിക്കും. എന്നാ ഞാൻ പോട്ടെ. നിങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഞാൻ നോക്കി ചെയ്യും. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയിരിക്കണ്ട. അവർക്ക് മറ്റുള്ളവർക്ക് പറ്റുന്ന സമയം എല്ലാ സമയം വീട്ടിലൊന്നും കാണിയല്ല. ഒരു ദിവസം നേരം പുറത്തെ എത്ര മണിക്കൂറാണ് ജോലിയുള്ളു. നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും 1-2 മണിക്കൂർ നടന്നാൽ മതി. ഞാൻ പോവാ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാ. എനിക്ക് ജോലിയുണ്ടെന്ന് ഞാൻ പോവാ. അല്ല ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ ആരുടെ കിടക്കണ കാര്യമൊക്കെ പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ വന്നേ. ഞാനിവിടെ എന്റെ കാര്യം പറഞ്ഞു. ആ സ്വന്തമായിട്ട് പറഞ്ഞാണോ? അവനോട് തന്നെ പറഞ്ഞതല്ലേ? ആ അത് പറ. എലിക്കുട്ടിയമ്മയോട് തന്നെ സംസാരിച്ചാണ്. പറയാൻ പോകേണ്ട കാര്യം. ആ അങ്ങനെയൊന്നും അലമ്പൊന്നുമില്ലേ? കിട്ടിയ ഇപ്പൊ ആരലമ്പുണ്ടാക്കാനാ?
എലിക്കുട്ടിയമ്മയോട് തന്നെ സംസാരിച്ചാണ് ഞാൻ കേട്ടത്. അപ്പം ഞാനത് കേട്ടോണ്ടാ വന്നത്. ഇവിടെ ആരാ കിടക്കാനുള്ളത് ചോദിച്ചിട്ടാണ് പിന്നെ കേട്ടത് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഓടിങ്ങി വന്നത്, ഇതെന്നാ സംഭവം എന്നറിയാൻ വേണ്ടി. അപ്പം പറഞ്ഞു എലിക്കുട്ടിയമ്മയോട് തന്നെ സംസാരിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിക്കാനായിട്ട് വരുന്ന ഹാപ്പിയായ മൂഡാണെന്ന്. ചില ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എലിക്കുട്ടിയമ്മയുടെ മൂഡല്ല ഇന്നത്തെ മൂഡ്. ഇന്ന് എലിക്കുട്ടിയമ്മ സന്തോഷത്തിലാണ്. ഇന്ന് കഞ്ഞി കുടിക്കാൻ എലിക്കുട്ടിയമ്മ സന്തോഷത്തിലാണ് ഇത് വരുന്നത് പറയുക ചെയ്തേ എലിക്കുട്ടിയമ്മയുടെ മക്കളോട്. പട്ടിണി കിടക്കാൻ പറ്റുമോ? അത് പറ്റിയല്ല, പട്ടി കിടക്കാൻ പറ്റിയല്ലോ. ഇങ്ങനെയൊരു അവസരത്തിലൊക്കെ പിന്നെ അത് തന്നെ. ഇന്ന് പ്രാർത്ഥനയ്ക്കൊന്നും കൂടിയില്ല കേട്ടോ. ഒന്ന് പ്രാർത്ഥനയ്ക്കൊന്നും കൂടാതെ ഇവിടെ കിടന്ന് പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ ഇന്ന് ആണെങ്കിൽ അവിടെയൊക്കെ എന്ത് ഇവിടെ ഉണ്ട്. അവിടെയുണ്ടോ? ആ ഇവിടെ ഉണ്ട്. എലിക്കുട്ടിയമ്മയുടെ മുടി വെട്ടാറായല്ലേ? എലിക്കുട്ടിയമ്മയുടെ മുടി ഇച്ചിരി നീണ്ടു. ചോപ്പില്ല. പെട്ടെന്ന് നമ്മുടെ മുടി വളരുന്നുണ്ട്. ഏറ്റു വാ, ഏറ്റു വാ, ഏറ്റു പോര്. വരുവാ. ആൾക്കാർ ഒത്തിരി ഉണ്ടോ എവിടെ? ഇവിടെ ഇവിടെ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. സമയം സന്ധ്യയായില്ലേ, ആര് വരാനാ? എലിക്കുട്ടിയമ്മ ഹാപ്പി മൂഡിലാണ് കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുന്നത്. പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന് കേട്ടോടി, പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന്, ഈ അവസ്ഥയിലേക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന്. കഞ്ഞിന്നല്ലേ നമ്മള് കഞ്ഞിയും ചോറൊക്കെ അല്ലേ വൈകുന്നേരങ്ങളിൽ എലിക്കുട്ടമ്മ കഴിക്കുന്നത്. ഇന്നതൊന്നുമില്ല, എന്നാ കഴിച്ചാലും കുഴപ്പമില്ല. ഇന്നതൊന്നുമല്ല, എന്നാ കഴിച്ചാലും കുഴപ്പമില്ലെന്നേ. എവിടെയാ? അതിനകത്തോ? അതിനകത്ത് കിടപ്പുണ്ടല്ലോ, അതിനകത്ത് കിടപ്പുണ്ട്. ഞാനല്ലേ അതിനകത്ത് കിടക്കണേ, ഞാനാ അതിനകത്ത് കിടക്കണേ. ആ ഇടയ്ക്ക് ഒന്ന് നോക്കി പറയണതാണല്ലോ. ആര് പറഞ്ഞു? പിന്നെ ഇന്നലെ എവിടെയാ കിടന്നത്? പിന്നെ അതെ, എലിക്കുട്ടിയമ്മ കിടത്തിവെച്ചാ കിടന്നത് ഇതല്ലേ. എലിക്കുട്ടിയമ്മക്കെല്ലാം വിരിച്ചെല്ലാം തന്ന് കിടത്തിയിട്ട്. എലിക്കുട്ടിയമ്മ ഇന്നലെ വീട്ടിൽ പോക്കല്ലായിരുന്നോ? അയ്യോ, ചാച്ചനൊന്നും വരികയില്ലെന്നേ. ശേ, ചാച്ചനൊന്നും വരത്തില്ല. അതൊക്കെ പോയി, പള്ളി പോയി. പള്ളിയിലാണ്, പള്ളിയിൽ. ആ, ശ്രീവാപുരം പള്ളിയില്ല അച്ഛനും അമ്മയൊക്കെ. ആ, അമ്മ ഇല്ല, വല്യമ്മ കാഞ്ഞാരത്താണ് കിടക്കുന്നത്. അപ്പന്മാർ 2 പേരും ശ്രീവാപുരത്താ. അതെ അതെ, 3 അപ്പന്മാര് ശ്രീവാപുരത്തുണ്ട്. വല്യപ്പൻ, മക്കൾ 2 എണ്ണം. ആ, പള്ളിയിൽ നേരിട്ട് പോരത്തില്ല. ആ, പറ്റിയില്ല. ആ, പറ്റിയല്ലാത്ത സ്ഥലത്താണ് അവർ ആക്കിയേക്കണേ. ആ, അതെ, പാടാ. നീ ഒരു ദിവസം ഏൽപ്പിക്കുമെന്നാ പറയണേ. ഞങ്ങളൊന്ന് ഇളക്കിയൊക്കെ നോക്കട്ടെ. പേടിപ്പിക്കല്ല, നിങ്ങൾ പരിശോധിക്കട്ടെ. ആ, മാറുന്നല്ലേ പറയുള്ളൂ. നമ്മളുള്ളപ്പോ പറയാല. ഇങ്ങനെയുണ്ട്, തൊട്ട് നോക്കണമായിരുന്നു, ഒക്കെ വെച്ചില്ല. കൈയിട്ട് വാ, കൈയിട്ട് വന്ന് കഞ്ഞൂടി. ആ, നമ്മുടെ എലിക്കുട്ടിയമ്മ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ പിന്നെ ഇഷ്ടംപോലെ അമ്മച്ചിമാരാ ചട്ടയും മുണ്ടും നൈറ്റിയൊക്കെ കേട്ട് ഇപ്പോൾ കസറി നടക്കണം കേട്ടോ, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. ആ, എലിക്കുട്ടിയമ്മയാണ് ആദ്യമായിട്ട് വന്നത്. തുടർന്ന് ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, ഇപ്പോൾ ഒത്തിരി അമ്മച്ചിമാരുണ്ട്, എല്ലാവർക്കും സന്തോഷം നൽകാനായിട്ട്. ആ, എലിക്കുട്ടിയമ്മയുടെ വേറൊരു രീതിയാണല്ലോ. അപ്പോൾ പുതിയത് വരുമ്പോൾ ആൾക്കാരങ്ങ് മാറും, അത് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ആ, അവിടെ ഇരുന്നുണ്ടോ പറയണേ. കഞ്ഞി എടുക്കുമല്ലേ, കഞ്ഞി കേട്ട് എല്ലാവരും മടുത്തു. നമുക്ക് വേറെ വല്ലതും മാറ്റി പിടിക്കാം. ശരിക്കുട്ടിയമ്മ കഴിക്കുകയില്ലല്ലോ, അതിലേ കുഴപ്പം. എന്നാ ഇരുന്നോ, ഇപ്പോൾ എടുത്തോണ്ട് വരും. കഞ്ഞാളൊന്നുമില്ല.
വെള്ളമല്ലേ ഉള്ളത്, വെള്ളം. വെള്ളം കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളമല്ലേ ഉള്ളേ? കഞ്ഞാളം കുടിക്കണം. ഏ കഞ്ഞാളത്തിന് കഞ്ഞാളം കുടിക്കണം. കഞ്ഞാളം ഉച്ചയ്ക്ക് തന്നാന്ന്. ഉച്ചയ്ക്ക് കഞ്ഞാളം തന്നപ്പോൾ എലിക്കുട്ടിയമ്മ കുടിച്ചില്ലെന്നാ പറഞ്ഞേ. ഉച്ചയ്ക്കേ കഞ്ഞാളം തന്നായിരുന്നു. അന്നേരപ്പോൾ എലിക്കുട്ടിയമ്മ വേണ്ടെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് കഞ്ഞാളം തന്നായിരുന്നെന്ന്. കഞ്ഞാളം ആ ഇതെവിടെ? ഇവിടുന്ന് തന്നായിരുന്നു. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാലും ഇവിടെ ഉണ്ടായിരുന്നു. ആ അന്നേരം ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പം പശുവും കിടാവൊക്കെ കുടിച്ചു, ആടുമൊക്കെ കുടിച്ചു. ഉച്ച കഴിഞ്ഞായിരിക്കും. ആ ഉച്ചയ്ക്ക് ചോറിനോടെ ഇന്ന് കഴിക്ക്. മതി വർത്തമാനം വർത്തമാനം പറഞ്ഞ് ഇരിക്കാതെ. അതെന്തോന്ന് രാവിലത്തെ പുട്ടും പഴവും കഴിച്ചതല്ലേ? ആ അയ്യോ ഭക്ഷണം ആ ഭക്ഷണം കഴിച്ച പാത്രം ചൂടാറാതെ വെച്ചിരുന്ന പാത്രം. ഇരുന്ന് കഴിക്ക്. സമയം കളയണ്ട, ഇരുന്ന് കഴിക്ക്. ഇവരായിരുന്നു വന്നില്ലല്ലേ? അയ്യോ വിപിനാക്കി കഴിഞ്ഞ ദിവസമൊക്കെ പോയതല്ലേ ഉള്ളൂ. വിമാനം 3 ദിവസം ആയുള്ളൂ പോയിട്ട്. 3-4 ദിവസം ആയുള്ളൂ പോയിട്ട്. വിബീന പോയിട്ട് 3-4 ദിവസം ആയുള്ളൂ എന്ന് പറയുക ചെയ്തേ. ആരെയാ വിളിക്കണേ? വിബീനായി പോയ കാര്യം പറയുക ചെയ്തേ. ഇല്ലയാ? അല്ലെന്ന് എന്നെ വിളിച്ചൊന്നുമില്ല. വിബീന ഇനി ഇവിടെ ക്ലിനിക്സൊക്കെയാ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് പഠിക്കട്ടെ, എന്നിട്ട് വേണം അമ്മേനെ കുത്തിവെക്കാൻ. നീ കഴിക്കേ. കഞ്ഞോളം കൊടുത്തിട്ടാ മതിയാ. കഞ്ഞിവെള്ളത്തിന് പകരം മോരൊഴിച്ചിട്ടുണ്ട് എലിക്കുട്ടമ്മയ്ക്ക് വേണ്ടി. കഞ്ഞോളമാണ് ഇരിക്കണം. അതിനകത്ത് കഞ്ഞിവെള്ളമൊന്നുമില്ല. അതിനകത്തൊന്നുമില്ല. കഞ്ഞിവെള്ളമൊക്കെ ആടും പശുവൊക്കെ കഴിച്ചെന്നേ. ആടും പശുവൊക്കെ കുടിച്ചു പോയി. വൈകുന്നേരം ആയപ്പോൾ അവർ കുടിച്ചു. വൈകിട്ട് കഞ്ഞിവെള്ളം വെക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഒരു നേരമല്ലേ കഞ്ഞി വെക്കുന്നുള്ളൂ. നമ്മൾ രാവിലത്തെ കഞ്ഞിവെള്ളം വൈകിട്ട് കുടിക്കാൻ പറ്റും? കഞ്ഞോളം മതി. പത്തോളം ഇല്ലാത്തില്ല. അപ്പം അമ്മ കഞ്ഞി കുടിക്കേ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കേ. അത് കുടിക്കത്തില്ല. അത് കുടിക്കണ്ടെന്നേ. ആദ്യം കഴിക്കേ, ഇരുന്ന് കഴിക്കേ, എന്നിട്ട് കഞ്ഞിവെള്ളമൊക്കെ വരും. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇരുന്ന് കഴിക്കേ. നല്ല രസമാണല്ലോ എവിടെ? നമ്മുടെ പുറത്ത്. പുറത്ത് നമ്മൾ പുറത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നല്ലേ? അവിടെ മുഴുവൻ അവിടെ നമ്മൾ പുറത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നല്ലേ? അവിടെ വീടില്ലല്ലോ. അവിടെ അപ്പുറം ഒരു വീടുണ്ട്. അമ്മയുടെ മകൻ്റെ വീടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകണമെന്നൊന്നും തോന്നലില്ല അല്ലേ? മറ്റേത് അങ്ങോട്ട് പോയിട്ട് അവിടെ പോകണമെന്നൊക്കെ പറയുമായിരുന്നു. എല്ലാം മറന്നു പോകും. ഇരുന്ന് കഴിക്കേ, ഇരുന്ന് കഴിച്ചോ. കഞ്ഞി ചോറ് കഴിക്കാനേ. അല്ല കുടിക്കാന് പിന്നെ വരും, പിടിക്കാൻ കൊണ്ടുവരും. വെള്ളം ഇപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേനും വെള്ളം വരും. കഞ്ഞാളൊക്കെ നമുക്ക് വരുത്താം. ഇനിയിപ്പോൾ കഞ്ഞി വെക്കണം രാവിലെ. ഇത് കഴിക്ക്, അതിന്ന് കഴിക്ക്, അന്നേരത്തിനും കഞ്ഞാളൊക്കെ വരും. വാ, കൈ കഴിക്കുന്നില്ലേ, ഇരുന്ന് കഴിക്ക്. രാവിലെ വെക്കുന്ന കഞ്ഞിവെള്ളം വൈകിട്ടാകുമ്പോൾ വളിച്ചു പോയി. എലിക്കുട്ടിയമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇവിടെ ഒരു നേരമല്ലേ കഞ്ഞി വെക്കുള്ളൂ. അയ്യോ ഇത് ഉച്ചയല്ല, ഇത് ഉച്ചക്കത്തെ കഞ്ഞിക്ക് കഞ്ഞിവെള്ളം തന്നത്. നീ കൈ കഴുകാൻ പോകണോ? എലിക്കുട്ടമ്മയുടെ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇങ്ങോട്ട് പോര്, ഇവിടെയല്ലേ കഞ്ഞി ഇത് വെച്ചിരിക്കുന്നത്. വാ ഇതാ. ജോമളെ അവിടെ നോക്കണതേ. ജോമളിപ്പം അപ്പുറത്ത് ബാത്റൂമിലോട്ട് ഇറങ്ങിയത്. അവള് ബാത്റൂമിൽ പോയതാ, ഇപ്പോൾ വരും. ബാത്റൂമിൽ പോയതാ, ഇങ്ങനെ വരും. ബാത്റൂമിൽ പോയതാന്നേ. ബാത്റൂമിലേ പോയതാ, ഇപ്പോൾ വരും. ബാത്റൂമിൽ പോയതാ, ബാത്റൂമിൽ കുളിമുറി. ബാത്റൂമില്ലേ, അല്ല കക്കൂസില്ലേ, അവിടെ പോയതാ, ഇപ്പോൾ വരും. അവിടെ നമ്മുടെ പുറത്തുള്ള കക്കൂസില്. അമ്മ ഇരുന്ന് കഴിച്ചോ, കഴിക്ക്. ഇരുന്ന് കഴിക്കാനേ, തണുത്ത് പോയില്ലേ. ഇപ്പൊ കഴിക്കാൻ ആള് കൂട്ടിനില്ലാന്നിട്ടാന്ന് എനിക്ക് തോന്നണേ. കഴിക്കാൻ ആള് കൂട്ടിനില്ലാത്തോണ്ടാന്ന് തോന്നണം പ്രന്യാസം. ടി വി വെച്ച് കൊടുക്കുവാണെങ്കിൽ അമ്മ ഇരുന്ന് നോക്കിക്കൊണ്ട് കഴിച്ചോളൂ. പിന്നെ അതിനുള്ള കമൻട്രി പറഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഉറങ്ങണമെന്നില്ലല്ലോ. കിടക്കാനുള്ള പെരക്ക് നടക്കും. ആരിവനാ തലോടെ വെച്ച് ഇപ്പം പിറക്കെ നിറക്കമാണോ? തലോടെ വെച്ച് കിടക്കാൻ. ആ, ഇവനെ പിടിച്ച് കിടത്ത്. കൂടെ കിടത്താനാണോ? ഇവനാണോ കിടക്കണേ? ഇവനെയാണോ കൂടെ കിടത്തണേ? എവിടെയാ? ഇവിടെ കിടത്തണേ ഇവിടെയും കിടന്നില്ല. ഇല്ലേ? ആ, ഇവിടെ കിടന്നില്ല. ഇവിടെ ഇന്നലെ വെഞ്ചാട്ടം കേട്ട് കിടന്ന. ആണോ? ഇന്നലെ ഇല്ല. ഇന്നലെ ഞാനിവിടെ പുള്ളി ഇവിടെ വന്ന് നടന്നു. പകലാവും വന്ന് കിടക്കണേ അല്ലേ? വൈകിട്ടാവും കിടക്കില്ല. പകൽ അമ്മയുടെ കൂടെ വന്ന് കിടക്കും അല്ലേ? പകൽ അമ്മയായിട്ട് കൂട്ടുകൂടി വന്ന് കിടക്കും. അവിടെ കൂട്ട് മേടിച്ച കൂട്ടും ഉണ്ടായിട്ട് തന്ന് ആദ്യം വീട്ടിൽ തിരി മേടിച്ചത് കത്തിക്കാനായിട്ട്. അല്ലേത് പള്ളിയിലെ തിരിയൊക്കെ ഇവിടെ കിടന്നോട്ടെ. അത് നിങ്ങൾക്ക് ഇപ്പൊ അമ്മ വിവാന ഇപ്പൊ അവധിയായോണ്ടേ വിവാനും അമ്മ കിടന്ന പരിപാടി വിട്ടു. എന്നിട്ട് ഇപ്പൊ കിടക്കാൻ വിളിക്കുന്ന ജോമളയല്ല, അമ്മ വിളിക്കുന്ന വിവാനോട് വന്ന് കിടക്കാനാ അവരുടെ. പകല് വിവാനം ഇവിടെ വന്ന് കിടന്ന് അമ്മയായിട്ട് ഭയങ്കര കളിയും പരിപാടിയൊക്കെയാണ്. അതുകൊണ്ട് അമ്മ ഇപ്പം വിവാനെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നാ ഉറങ്ങിക്കോ. പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. മുമ്പേ വന്ന് പോയല്ലേ പിള്ളേര്? ആ, ഇവരെ കടന്നു. ആ, എലിക്കുട്ടി കൊച്ചു കടന്നോ? എലിക്കുട്ടി കൊച്ചു കടന്നോ? എലിക്കുട്ടി കൊച്ചേ ഉറങ്ങിക്കോളാ. ആ, ഉറങ്ങിക്കോ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.